ഹായ് ഫ്രണ്ട്സ്, ജൽസ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ പനിക്കൂർക്കയില വെച്ചിട്ടുള്ള ചട്നിയുണ്ട്. അതായത് കഞ്ഞിക്കൂർക്കയില എന്ന് പറയും. അപ്പോൾ നമ്മളിത് ആവശ്യത്തിനുള്ള കഞ്ഞിക്കൂർക്കയിലൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ മുകളിൽ ചട്ടിയിലും പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലൊക്കെയാണ് ഇട്ട് നമ്മൾ കഞ്ഞിക്കൂർക്കയുടെ ചെടി നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. നിലത്ത് തന്നെ അത്യാവശ്യം വെയിലും നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പരിചരിച്ച് അത്യാവശ്യം തന്നെ വളർന്നു വരുന്ന നന്നായിട്ട് ഇലയും കിട്ടുന്നൊരു ചെടിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ പനി വന്നാലൊക്കെ നമ്മൾ ഇതിൻ്റെ തുളസിയും കഞ്ഞിക്കൂർക്കയുടെ നീരെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാണ്ട് പനിയൊക്കെ പെട്ടെന്ന് മാറി കിട്ടാറുണ്ടല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്യാവശ്യം ഉണ്ടേനും അപ്പോൾ ഒന്ന് വിചാരിച്ചിട്ട് ചട്നി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഇലയൊക്കെ നമ്മുടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളി, പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് മല്ലിയില. പിന്നെ മല്ലിയില വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അതിന് കുട്ടികൾക്ക് ചിലപ്പോൾ പനിക്കൂർക്കയുടെ ഇത് പിടിക്കാതിരിക്കുമെന്ന് വിചാരിച്ച് കുറച്ച് ചേർത്താണ്. അപ്പോൾ ഇത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു കുത്തുന്ന മണമൊന്ന് മാറി കിട്ടുന്ന നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ചില കുട്ടികൾക്കൊക്കെ ആണെച്ചെങ്കിൽ ഇത് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട, പച്ചക്ക് തന്നെ ഇല പൊട്ടിച്ച് കഴിക്കുന്ന എത്രയോ കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വായ്ക്കകത്ത് പുണ്ണുണ്ടാകുന്നതിനൊക്കെ നമ്മൾ ഈ പനിക്കൂർക്കയുടെ നീര് ഒരാഴ്ച കറക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായ്ക്കകത്ത് പുണ്ണൊക്കെ പോവും. കുട്ടികൾക്കൊക്കെ പുണ്ണ് മാറി കിട്ടാൻ, അതുപോലെ പനിക്കൊക്കെ കൊടുക്കുന്ന നല്ലൊരു മരുന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മൾ ആ പനിക്കൂർക്കയിൽ വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഒരിത്തിരിയും കൂടെ എണ്ണ വെച്ചിട്ട് നമ്മൾ കുറച്ച് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അധികം വെന്തോടെയൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് കുട്ടികളെ കഴിപ്പിക്കാമെന്ന് ഉദ്ദേശത്തോടെ കൂടി തന്നെ കുറച്ച് കുറച്ചുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിവിടെ നമ്മുടെ ഈ വാട്ടി വെച്ചതെല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അതിലോട്ട് നമ്മളൊരു അരമുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഇതിനകത്ത് കടുക് താളിക്കണം നിർബന്ധമില്ല, കാരണം നമ്മൾ ഇതൊക്കെ എണ്ണയിലിട്ട് വഴറ്റിയെടുത്താണ്. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇത്തിരി കടുക് ഒന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കടുകിട്ടൊന്ന് പൊട്ടി തുടങ്ങുന്ന ടൈമിൽ നമ്മളതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മറ്റമുളക് ഒഴിവാക്കുന്നതാണ് നല്ലതെങ്കിലും ഒന്ന് കാണാനൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പനിക്കൂർക്കയിലെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തോ. ചില കുട്ടികളൊക്കെ ഇത് കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ എങ്ങനെയായാലും ജലദോഷം കഫക്കെട്ടൊക്കെ വരാണ്ടിരിക്കുക. നമ്മൾ കൊറോണ ടൈമിൽ ഏറ്റവും ബെസ്റ്റാണ് ഈ ചട്നി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഹെൽത്ത് കെയറിലെ റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്തതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.